ഹായ് കേരറ്റ് ജയ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരറ്റ്സ് 2026 ആസാം റൈഫിൾസിന്റെ സ്പോർട്സ് റാലിയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക്. ഓൺലൈൻ ത്രൂ ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ കയ്യിൽ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന ഒരു കേഡറ്റാണ്, നിങ്ങളുടെ കയ്യിൽ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഫ്രണ്ട്സിനോ അതേപോലെ തന്നെ നിങ്ങൾക്കറിയുന്ന ഗ്രൂപ്പിലോ ഷെയർ ചെയ്യുക. കാരണം 95 വേക്കൻസിയാണ് ഇവിടെ ഉള്ളത്. സ്പോർട്സ് പേഴ്സന് മാത്രമായിട്ടുള്ള വേക്കൻസിയാണ്. അപ്പോൾ കോമ്പറ്റീഷൻ ലെവൽ അവിടെ വളരെ കുറവായിരിക്കും. സ്പെസിഫിക് ഈവെന്റും ഉണ്ട്. അപ്പോൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം. നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെട്ടിട്ട് ഐ ഹോപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുമെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ ഇതുപോലെ ഡിഫൻസ് റിലേറ്റഡ് കാര്യങ്ങൾ അറിയാൻ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരള അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. കുട്ടികളെ, ഇതാണ് ആസാം റൈഫിൾസിന്റെ സ്പോർട്സ് കോട്ടയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് പറയുന്ന ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതിന്റെ PDF നിങ്ങൾക്ക് നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ആന ഡിഫൻസ് അക്കാഡമിയുടെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. PDF നിങ്ങൾക്ക് കിട്ടും. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒന്നുകൂടി വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. വീഡിയോ എന്നാലും നിങ്ങൾ ഫുൾ കണ്ടിരിക്കണം, കാരണം ഇതുകൂടി നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. നോക്കൂ കുട്ടികളെ, ഓർഗനൈസേഷൻ ആസാം റൈഫിൾസിന്റെ സ്പോർട്സ് കോട്ട റാലിയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ റിക്രൂട്ട്മെന്റ് നെയിം ആസാം റൈഫിൾ സ്പോർട്സ് കോട്ട, പോസ്റ്റ് നെയിം റൈഫിൾമാൻ, അതുപോലെ തന്നെ റൈഫിൾ വുമൻ പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്ന ട്രേഡ് എന്ന് പറയുന്ന കുട്ടികളെ GD ആയിരിക്കും. GD ട്രേഡ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ടോട്ടൽ വേക്കൻസി വന്നിരിക്കുന്ന കുട്ടികളെ 95 ആണ്. ആപ്ലിക്കേഷൻ മോഡ് ഓൺലൈൻ ത്രൂ ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. സെൻട്രൽ ഗവൺമെന്റ് ജോബാണ്. ഓൾ ഇന്ത്യ ലെവലിൽ നിങ്ങൾ പോസ്റ്റിംഗ് വരുന്നതായിരിക്കും. സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 10th January ആണ്. January 10 ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയിരിക്കുന്നത്. നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോയി, മറ്റു കുറച്ച് വീഡിയോസ് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ലേറ്റ് ആയി പോയത്. പക്ഷേ എന്നാലും നമ്മുടെ കേരളത്തിൽ ഇനിയും ഒത്തിരി കുട്ടികൾ അറിയാനുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഓൺലി ലഭിക്കും നമ്മൾ ഇവിടെ നിന്ന് മാത്രമാണ്. നമ്മുടെ കേരളത്തിൽ മറ്റൊന്ന് രണ്ട് ചാനലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് ഒന്നും തന്നെ പറയുന്നില്ല, ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. അതുപോലെ അതിനകത്ത് കുറച്ച് തെറ്റുകൾ അവർ പറയുന്നുണ്ട്. തെറ്റുകളൊക്കെ എന്താണ്, നമ്മളും ചില വീഡിയോയിലൊക്കെ മുൻപ് പറയുമായിരുന്നു, പക്ഷേ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അത് കറക്റ്റ് ചെയ്യുമായിരുന്നു. അവരാണെങ്കിലോ കറക്റ്റും ചെയ്യത്തില്ല. മനസ്സിലായി? ഈ ഒരു വീഡിയോയിൽ കൂടി എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 9th February ആണ്. ഈ ഒരു ഡേറ്റിന് മുന്നേ തന്നെ എല്ലാ കുട്ടികളും ഫോം ഫിൽ ചെയ്തിരിക്കണം. ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് www.assamrifles.gov.in. ഈ ഒരു സൈറ്റിൽ കൂടി നിങ്ങൾക്ക് ഇതിന്റെ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ആണ്. നോക്കൂ കുട്ടികളെ, ടോട്ടൽ വേക്കൻസി 95 ആണ്. ഇവിടെ മെയിൽ വേക്കൻസി കാണാം, ഫീമെയിൽ വേക്കൻസി കാണാം. ഈവന്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഫുട്ബോൾ, ക്രോസ് കൺട്രി, അത്ലറ്റിക്സ്, ഷൂട്ടിംഗ്, എല്ലാത്തിനും അപ്ഡേറ്റ് ഇവിടെ ഉണ്ട്. ബോക്സിംഗ്, കരാട്ടെ, ജൂഡോ, റോയിങ്, ബാഡ്മിന്റൺ, ആർച്ചറി, പോളോ, എല്ലാ ഗെയിമും ഇവിടെ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഓരോ ഇവന്റിലുമുള്ള വേക്കൻസി നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണാവുന്നതാണ്. ക്ലിയർ? ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ആണ്. ടോട്ടൽ വേക്കൻസീസ് 95. മെയിൽ വേക്കൻസി നിങ്ങൾക്ക് കാണാം 45. ഫീമെയിൽ വേക്കൻസി 50 ആണ്. ടോട്ടൽ 95 ആണ്. ഈ സെലക്ഷൻ പ്രോസസിന്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയുന്നുണ്ട്. കുട്ടികളെ, ഏജ് ലിമിറ്റ് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നോക്കൂ കുട്ടികളെ, നിങ്ങളുടെ കാസ്റ്റ് ജനറൽ OBC ആണെന്നുണ്ടെങ്കിൽ 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ 1st January 1998 1st January 2008 ഇടയിലായിരിക്കണം. നിങ്ങളുടെ കാസ്റ്റ് SC/ST ആണെന്നുണ്ടെങ്കിൽ 18 മുതൽ 33 വയസ്സ് വരെ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1st January 1993 1st January 2008 ഇടയിലായിരിക്കണം. അപ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഏജ് ഒന്ന് ചെക്ക് ചെയ്യുക, ഇതിനിടയിൽ വരുന്നുണ്ടോ അതോ ഇല്ലയോ എന്ന്. എന്തായാലും എല്ലാവരുടെയും വരുന്നതായിരിക്കും. ഈ ഒരു ഏജിന് മുന്നേ തന്നെ എല്ലാവരും നല്ല രീതിയിൽ എന്താണ് നാഷണൽ ഇന്റർനാഷണൽ എല്ലാം പാർട്ടിസിപ്പേഷൻ എങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് എലിജിബിലിറ്റി കണ്ടീഷൻ. നോക്കൂ കുട്ടികളെ, 10th ക്ലാസ് പാസ് ആയിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് സ്പോർട്സ് ക്വാളിഫിക്കേഷൻ, സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം. പ്ലേയേഴ്സ് ഹു ഹാവ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ എനി ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ, അതുപോലെ നാഷണൽ കോമ്പറ്റീഷൻ, പിന്നെ ഇന്റർ യൂണിവേഴ്സിറ്റി, നാഷണൽ സ്പോർട്സ്, ഗെയിംസ് ഓഫ് സ്കൂൾ, കേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി, കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്, പിന്നെ കേലോ ഇന്ത്യ വിന്റർ ഗെയിംസ്. ഇതിനകത്ത് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു കേഡറ്റ് ആണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. റൈഫിൾമാൻ, അതുപോലെ റൈഫിൾ വുമൻ ജോലിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. GD എന്നൊരു ട്രേഡിലേക്കായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കാൻ പോകുന്ന. സ്ക്രീൻഷോട്ട് എടുക്കുക, കറക്റ്റായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. 10th ക്ലാസ് നിങ്ങൾ പാസ്സായിരിക്കണം. സെലക്ഷൻ പ്രോസസ് നോക്കൂ കുട്ടികളെ, ഫസ്റ്റ് എന്ന് പറയുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് മുന്നേ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. സ്റ്റാർട്ടിംഗ് ഓൺലൈൻ പ്രോസസ്സാണ്. ഓൺലൈനിൽ നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുന്നു. അതിനുശേഷം അവരവിടെ നിന്ന് സ്ക്രൂട്ടിനി ചെയ്യുന്നതായിരിക്കും, കുട്ടികളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരും. പിന്നെ അവർ പറയുന്ന പ്ലേസിൽ നിങ്ങൾ പോയിട്ട് ബാക്കി സെലക്ഷൻ പ്രോസസ്സ് എല്ലാം അറ്റൻഡ് ചെയ്യണം. സ്റ്റാർട്ടിങ്ങിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. ഡോക്യുമെന്റ് വെരിഫിക്കേഷനകത്ത് നിങ്ങളുടെ ആധാർ കാർഡും നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആയിട്ടുള്ള മെട്രിക് സർട്ടിഫിക്കറ്റും പിന്നെ നിങ്ങളുടെ സ്പോർട്സ് സർട്ടിഫിക്കറ്റും അവിടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഏത് ഗെയിമിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് ആ ഡോക്യുമെന്റ് എല്ലാം ചെക്ക് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണ്, അതായത് നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും എല്ലാം ചെക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ മോട്ടർ എബിലിറ്റി ടെസ്റ്റ്
ടെസ്റ്റ് ഉണ്ട്. മോട്ടോർ എബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈവൻറ്റിനനുസരിച്ച് നിങ്ങളുടെ എജിലിറ്റി ചെക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. അത് നിങ്ങളുടെ ഫിസിക്കൽ സ്ട്രെങ്തും സ്റ്റാമിനയും ചെക്ക് ചെയ്യുന്ന ടെസ്റ്റാണ്. അത് കാണും. അതിനുശേഷം ഫീൽഡ് ട്രയൽ, നിങ്ങൾ ഏത് ഈവൻറ്റിലാണോ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ആ ഒരു ഈവൻറ്റിൻ്റെ ട്രയലും കാണും. ഫൈനലി മെഡിക്കലാണ്. ഇതാണ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളൊരു മെയിൽ കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 107 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം, ചെസ്റ്റ് 80 സെൻറ്റിമീറ്റർ. നിങ്ങളൊരു ഫീമെയിൽ കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ? പിന്നെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൈറ്റും ഏജും അനുസരിച്ച് എത്രയാണോ വരാൻ സാധ്യതയുള്ളത്. നിങ്ങളുടെ ഹൈറ്റും ഏജും അനുസരിച്ച് വെയിറ്റിൻ്റെ ഒരു ചാർട്ട് ഉണ്ട്. അത് നിങ്ങൾക്ക് നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ക്ലിയർ? ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ് നോക്കാം. ടോട്ടൽ ഫീസ് 100 രൂപയാണ് വരുന്നത്. ജനറൽ, EWS, OBC കേഡറ്റിന് മാത്രം ഈ പേയ്മെൻറ്റ് ആകത്തുള്ളൂ. അത് മെയിൽ കേഡറ്റിന് മാത്രമാണ്. SC, ST മെയിൽ കേഡറ്റിന് ചാർജ് ഒന്നും വരത്തില്ല. പിന്നെ ജനറൽ, OBC, EWS, SC, ST കാറ്റഗറിയിൽ പെടുന്ന ഫീമെയിൽ കേഡറ്റിനും ഫീസൊന്നും വരുന്നതല്ല. ഇതാണ് പ്രോപ്പറായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന്. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മളെ എല്ലാ കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫോം ഫില്ല് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. സെലക്ഷൻ പ്രോസസ്സ് നിങ്ങൾക്ക് മനസ്സിലായാലോ? സ്റ്റാർട്ടിങ്ങിൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആണ്. അതിനുശേഷം PST ആണ്. നിങ്ങളുടെ ഹൈറ്റ് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നു. അതിനുശേഷം മോട്ടോർ എബിലിറ്റി ടെസ്റ്റ് ആണ്. പിന്നെ അതിനുശേഷം ഫീൽഡ് ട്രയലാണ്. ഫൈനലി മെഡിക്കലാണ്. അതിനുശേഷമാണ് പിന്നെ നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. കുട്ടികളെ, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും 2025 SSCDക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ ആന ഡിഫൻസ് അക്കാഡമിയിൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ആണ്. 2025 റിസൾട്ട് നിങ്ങൾക്ക് കാണാം. കേരളത്തിൽ തന്നെ ഒരു അക്കാഡമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് ആന ഡിഫൻസ് അക്കാഡമിയിൽ നിന്നാണ്. 37 കേഡറ്റിനാണ് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇതേ രീതിയിൽ ആദ്യത്തെ ചാൻസിൽ തന്നെ നിങ്ങളുടെ ഡ്രീം ജോബ് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ടോട്ടൽ ഫീസ് 2500 ആണ്. ക്ലാസ്സുകൾ മലയാളത്തിലും ലഭിക്കും. 150 കൂടുതൽ മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും. പ്രീവിയസ് ഇയറിൽ ചോദിച്ച 43 ഷിഫ്റ്റിന്റെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ഒഫീഷ്യൽ ആപ്പിൽ കൂടി. പിന്നെ ഡെയിലി പ്രാക്ടീസ് പേപ്പർ, ബാക്കി എല്ലാ കാര്യങ്ങളും കിട്ടും. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങും ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ഒറ്റ ഫീസിൽ തന്നെ. കേട്ടോ കുട്ടികളെ, ഈ 2000 ഫീസിൽ തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കും. പിന്നെ അതേപോലെ ക്ലാസ്സുകളും ലഭിക്കും ഫുൾ. പിന്നെ മെഡിക്കൽ അവയർനെസ്സും DV ഹെൽപ്പും. ഫൈനൽ വേറെ നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്യുന്നതായിരിക്കും. വേറെ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കാൻ ഒരാവശ്യം വരത്തില്ല. ഫുൾ ഹെൽപ്പ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യുക. ടൈമിന് വളരെ കുറവാണ്. ഫെബ്രുവരി 23 എക്സാം സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.